സ്വപ്ന കിരീടമെന്ന നേട്ടത്തിനരികെ നിൽക്കുകയാണ് ഇന്ത്യൻ വനിതകൾ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ ഇന്ന് 3 മണിക്കാണ്. കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും നേർക്കുനേർ എത്തുന്നത്. കലാശപ്പോരിന് മുംബൈയിൽ മഴ ഭീഷണി ഉയർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും. മഹേഷ്, ഇന്നിപ്പോൾ ആ സ്വപ്ന നേട്ടത്തിനരികെ എത്തി നിൽക്കുകയാണ് ഇന്ത്യൻ വനിതകൾ. കന്നിക്കിരീടം എന്ന ലക്ഷ്യത്തിനരികെ നിൽക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. ദക്ഷിണാഫ്രിക്കയും ആദ്യ കിരീടം തന്നെ ലക്ഷ്യമിട്ട് എത്തുമ്പോൾ കടുത്ത ഫൈറ്റ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. മഴ കളി മുടക്കിയില്ലെങ്കിൽ മികച്ചൊരു മത്സരം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഇന്ന്? സൈഫ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യ ഇന്ന് നിൽക്കുന്നത്. കാരണം 83-ൽ കപിൽ ദേവിൻ്റെ ടീം ആദ്യമായി ഇന്ത്യക്ക് ഒരു ലോക കിരീടം തന്നു. 2011-ൽ നമുക്ക് വീണ്ടും ഒരു ലോകകപ്പ്, ഏകദിന ലോകകപ്പ് നേടാനായി. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദിന ക്രിക്കറ്റിൽ വരൾച്ച തന്നെയാണ്, കിരീട വരൾച്ച തന്നെയാണ്. പക്ഷെ അതിനിപ്പുറത്തേക്ക് കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ ഫൈനൽ വരെ എത്തി. പക്ഷേ ഇത് പുതിയൊരു ചരിത്രമാണ്. കാരണം വനിതാ ക്രിക്കറ്റിൽ ആദ്യമായി ഇന്ത്യ കപ്പിനരികെ ഇത് 3ാം തവണയാണ് എത്തുന്നത്. പക്ഷേ ഇന്ന് ജയിച്ചാൽ 83-ലെ കപിലിൻ്റെ കപ്പിനോളം പോന്ന ഒരു മാധുര്യം നമുക്ക് അതിലുണ്ടാകും. കാരണം 2 തവണ നമ്മൾ കപ്പിനരികെ വീണുപോയതാണ്. അന്ന് മിതാലി രാജായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. 2005-ലും 2017-ലും 2005-ൽ ഓസ്ട്രേലിയയോട് ഇന്ത്യ തോറ്റു. 2017-ൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. നമുക്ക് ഈ ലോകകപ്പിൻ്റെ തുടക്കത്തിലെ 2 മത്സരങ്ങൾ ഇന്ത്യ ജയിക്കുന്നു. തുടർച്ചയായി 3 തോൽവികൾ ഇന്ത്യക്ക് വരുന്നു. മഴ മൂലം മത്സരം മുടങ്ങിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യ സെമിയിൽ പോലും എത്തുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സെമിയിലെത്തി. സെമിയിൽ ഒരു വമ്പൻ ജയം ഓസീസിന്, 7 തവണ ചാമ്പ്യന്മാരായ ഓസീസിനെ പരാജയപ്പെടുത്തിയാണ് ടീം ഇന്ത്യ എത്തുന്നത്. ജമീമ റോഡ്രിഗസിന്റെ പ്രകടനം നമുക്ക് കഴിഞ്ഞ ദിവസം, അതിൻ്റെ ഒരു ആവേശം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ഏത് നിമിഷവും ഇന്ത്യക്ക് കത്തിക്കയറാൻ പറ്റുന്ന താരങ്ങളുണ്ട്. ഇപ്പോൾ സ്മൃതി മന്ദനയെ പോലുള്ള താരങ്ങൾ, ദീപ്തി ശർമ്മയാണെങ്കിലും ഋച്ച ഘോഷാണെങ്കിലും അമൻജോത് കൗർ ആണെങ്കിലും, എന്തിനാണ് പറയുന്നത്, ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണെങ്കിലും ഏത് സമയത്തും അപ്രതീക്ഷിതമായ ഒരു ഇന്നിങ്സ് നൽകാൻ കെൽപ്പുള്ള താരങ്ങളാണ്. അതുകൊണ്ട് ഇന്ത്യ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഓസീസിനെ ഇന്ത്യ മറികടക്കുമോ എന്നുള്ള ഒരു ശങ്കയൊക്കെ ആളുകൾക്കുണ്ടായിരുന്നു. ഓസീസ് അല്ലേ മുന്നിൽ എന്നുള്ളത്. ഓസീസ് മത്സരം കഴിയുമ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും റൺസ് ചേസ് ചെയ്ത ഒരു മത്സരം വേറെ ഉണ്ടായിട്ടില്ല. ലോക ക്രിക്കറ്റിൽ തന്നെ അടയാളപ്പെടുത്തിയ ഒരു സെമിഫൈനൽ ഒരു മത്സരമാണത്, സെമിഫൈനൽ പോരാട്ടം. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം കെട്ടടങ്ങിയിട്ടില്ല. മറുവശത്ത് ദക്ഷിണാഫ്രിക്കയും കരുത്തരായ ടീമാണ്. ലോറ ബോൾവാട്ട് അവരുടെ ക്യാപ്റ്റൻ, ലോറയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകകപ്പിൽ റൺസ് അടിച്ച താരം. നാരിസാന കാപ്പ് അവർ മികച്ച ഓൾറൗണ്ട് പ്രകടനമായി നിൽക്കുകയാണ്. നദേൻ ഡി ക്ലർക്കിനെ പോലെ ഓൾറൗണ്ട് മികവ് കൊണ്ട് മത്സരത്തിന് ഗതി മാറ്റി എഴുതാനുള്ള താരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മുംബൈയിലാണ്, സ്വന്തം കാണികൾക്ക് മുന്നിലാണ് മത്സരം ഉള്ളത്. ചരിത്ര ഫൈനൽ തന്നെയാണ്. ഈ കപ്പിൽ നമ്മൾ പറയില്ല, ഈ പുരുഷ ക്രിക്കറ്റിൽ ഇതുവരെ നേടിയ നേട്ടമല്ല, നമ്മുടെ ഇന്ത്യൻ വനിതകൾ അവരുടെ ഒരു കരുത്ത്, പെൺശൗര്യമൊക്കെ കാണാൻ പോകുന്ന ഒരു ദിവസമാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മഴയുടെ അല്ലറച്ചില്ലറ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 3 മണിക്ക് DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കുക.